ഈജിപ്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് മരുഭൂമിയിൽ കിടന്ന ജനം വേണമെങ്കിൽ സ്തോത്രം ഈ മിസ്രൈമിലേക്ക്, ഈജിപ്തിലേക്ക് തിരിച്ചു പോകാം. ഇതുപോലെ തന്നെ പഴയ പാപത്തിലേക്കും പാരമ്പര്യത്തിലേക്കും പഴയ പരിപാടിയിലേക്കും നിങ്ങൾ തിരിച്ചു പോകുന്നെങ്കിൽ സ്തോത്രം, നിങ്ങൾ വിട്ടുപോയതായ ബന്ധനം ഒന്നിനു പിറകെ 7 എണ്ണമായി 8 എണ്ണമായി നിങ്ങളെ വീണ്ടും അധികരിക്കുമെന്ന് തിരുവചനം പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, നിങ്ങൾ സ്തോത്രം രക്ഷിക്കപ്പെട്ടോ ആ രക്ഷയിൽ ഉറച്ചു നിൽക്കുക. യേശുവിൽ നിന്ന് നിങ്ങൾ സൗഖ്യമാകുന്നതല്ല വലുത്, ആ സൗഖ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് വലുത്. വിടുതൽ പ്രാപിക്കുന്നതല്ല വലുത്, ആ വിടുതൽ കൊണ്ട് നടക്കുന്നതാണ് ഏറ്റവും വലുത്. സോ ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഉത്തരവാദിത്വമാണ്. യേശു കർത്താവ് നിങ്ങൾ വിടുവിച്ചാൽ ദൈവത്തിൻ്റെ കൃപയാൽ ആ വിടുതൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ആ ബന്ധനത്തിലേക്ക് അല്ലെങ്കിൽ പഴയതുപോലെയുള്ള വിഷയത്തിലേക്ക് നിങ്ങൾ വീണ്ടും ബന്ധിപ്പാനുള്ളതായ കൊണ്ടുപോകുന്നതായ ഒരു കാര്യമാണ്, ഒരബദ്ധമാണ് ഇഗ്നറൻസ്, അറിവില്ലായ്മ അല്ലെങ്കിൽ അജ്ഞത. അതൊരു ബന്ധനമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനം ജീവിക്കേണ്ടത് അജ്ഞതയിലല്ല, പകരം സ്തോത്രം വെളിപ്പാടിലാണ്. വെളിപ്പാടെന്നത് വെളിച്ചമാണ്. എവിടെ നിന്നാണ് വെളിപ്പാട് കിട്ടുന്നത്? സ്കൂളിലും കോളേജിലും യൂണിവേഴ്സിറ്റിയിലും കിട്ടുന്നില്ല. ഇതാണ് വെളിപ്പാട്. ദൈവത്തിൻ്റെ വചനമാണ് വെളിപ്പാട്.